എന്റെ സാമാനം മൊത്തം കാണിച്ചിട്ട് ഞാൻ ലൈവ് ചെയ്യും. മനസ്സിലാ? ഞാൻ അല്ലെങ്കിൽ പുറത്ത് പോയി ഞാൻ നീലക്കുയിലിന് മൊത്തം ഇട്ട് കൊടുക്കും ഡ്രസ്. ഡെയിലി തൊപ്പീന്റെ ആക്കുന്നവനാണ് എന്നെങ്ങനെ ഗൈസ്, ആരെങ്കിലും ഇവന്റെ വീട്ടിന്റെ അടുത്തോ എന്തെങ്കിലും ഇവന്റെ ലൊക്കേഷൻ എന്തെങ്കിലും അറിയെങ്കിൽ പ്ലീസ് മാറ്റവും വരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി? ഇവൻ ഒരു തന്തയില്ലാത്തവനാന്ന് ഇവൻ തെളിയിച്ചു. പിന്നെ എന്തിനാ ഞാൻ വെറുതെ പിന്നെയും ഞാൻ എന്തായാലും ഒന്നും ഞാൻ പറയാൻ പോകുന്നില്ല. ഞാൻ വെറുതെ ഞാൻ കാണുക. എനിക്ക് മടുത്ത് വിളിച്ച് എനിക്ക് മടുത്ത്. ഈ 5.5 മിനിറ്റിന്റെ എല്ലാം വീഡിയോ ആണ് ഇവൻ ഇടുന്നത്. ഇവൻ എന്തിനാ ഇത് ഇടുന്നതെന്ന് അറിയോ? 5 മിനിറ്റ് 6 മിനിറ്റോളം ഞാൻ ഇവന്റെ തന്തക്ക് ഞാൻ വിളിക്കണം. തന്തനെയും തന്തന്റെ തന്തക്കെല്ലാം വിളിക്കുമ്പോ ഇവന് കുണ്ണ പൊന്ത എന്തോ അങ്ങനെ എന്തെങ്കിലും അത് കണ്ടിട്ട് വാണം പിടുന്നായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. ഇതെന്തിനാ ഇവൻ ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടാ. ഇവന് ഒരു നാണവും മാനും ഒരു ഉളുപ്പുണ്ടായ പിന്നെയും ഇങ്ങനെ കേറി വരുവോ ഇവൻ? നമുക്ക് തിരിയുന്നില്ല. സ്ക്രീൻ ഷെയറോ? എന്ത് സ്ക്രീൻ ഷെയർ? നമുക്ക് കാണില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല? ഓ സോറി. ഈ വീഡിയോക്ക് ഇത് എവിടെ വന്ന് നടക്കുന്നത്? ഉസ്മാനാകുമ്പോൾ വായി കൊടുത്തു വിടും. ഷബീറിന്റെ ലെവലൊന്നും പോകേണ്ട ആവശ്യമില്ല. മിനിറ്റ് ഓഫ് പ്യുവർ അവരാധം കാണാൻ നിങ്ങൾ റെഡിയാണോ? ഞാനൊന്നും എന്റെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം ഞാൻ പറഞ്ഞ മടുത്തിവനാ. മനസ്സിലാ? മിഥുനണ്ണൻ വാച്ചിങ് അന്ന ഇതാടാ പന്ന പുണ്ടച്ചി മോനെ. ഇതാ എടുത്ത് വായിലെടുത്തി. അതില് ഷമീറിന്റെ ഈ പുണ്ണയുടെ ഫോട്ടോ ഒക്കെ എങ്ങനെ ഇരിക്കുന്നു? ഫോട്ടോ വെച്ച് ഇവൻ ഇത് എത്ര കാലം ഇവൻ ഈ പണി തുടങ്ങിയിട്ട് ഒരു കാര്യം പറയട്ടെ. അല്ല വേറെ കാര്യം പറയട്ടെ. ഇജയില് വഞ്ചനായിട്ട് കേട്ടോ. അത് വേറെ പോയിന്റ്. എന്താ സൗണ്ടിലോ എന്ന് പറയുന്ന? സൗണ്ടിലോ ഉണ്ടോ? സൗണ്ടിലോ നിങ്ങളെ സൗണ്ട് ലോ സെറ്റിംഗ്സില് അവിടെ ഔട്ട്പുട്ടില് ഓക്കെ. ബ്ലൈക്കൊക്കെ മിഥുനന്റെ ഫാനാണേ. സ്ഥാനം അയ്യോ ഞാൻ മിഥുനെണ്ണ റിയാക്ട് ചെയ്യുന്നു. ഇപ്പൊ ഓക്കെയാണോ? ഹായ് ഹലോ ആരെ മിഥുനാ റിയാക്ട് ചെയ്യുന്നു? ഇപ്പൊ ഓക്കെയാണോ? ഹായ് ഹലോ ആരെ മിഥുനാ? മിഥുൻ അണ്ണൻ എന്ന് പറയല്ലേ? മിഥുൻ അണ്ണൻ നിങ്ങൾ വിളിക്കല്ലേ? കുണ്ണനും അണ്ണൻ വിളിക്കല്ലേ? കുണ്ണാന്ന് വിളിക്കില്ല, അണ്ണൻ വിളിക്കല്ലേ? എന്തോ എങ്ങനെ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഓക്കെയാണോ? ഇതൊന്നും ഞാൻ ഞാൻ ഒന്നും പറയൂല. കാരണം ഇത് പറഞ്ഞിട്ട് ഇത് കണ്ടിട്ട് ഞാൻ ഒന്നും പറയാത്തടത്തോളം ടൈം ഇവൻ ചിലപ്പോൾ ബായി അടക്കുമായിരിക്കും. മനസ്സിലായോ? ഇവന് അതോടുകൂടി ഇവൻ മതിയാക്കുമായിരിക്കും. അതുകൊണ്ട് ഇതൊന്ന് കാണാം, എന്നിട്ട് നമുക്ക് വിടാം. ഞാൻ ഒന്നും പറയാൻ പോയില്ല. ഷമീർ കൊള്ളം നാറി വെട്ടല പുണ്ടച്ചി മോനെ എന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്നെ മാത്രമല്ല വിജയനും പറഞ്ഞിട്ട്. എന്തിനാന്ന് ഇവൻ വിജയ് അണ്ണന്റെ കുണ്ണെടുത്തിട്ട് ഇങ്ങനെ വായിലിടുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവന്റെ കാര്യം പറഞ്ഞാൽ പോരെ? ഈ പുണ്ടച്ചി മോന് ഇവന്റെ സ്വന്തം കാര്യം മാത്രം പറഞ്ഞാൽ പോരെ? എന്തിനു വിജയ് അണ്ണൻ ഇവൻ പെടുത്തുന്നത്? ഇവന്റെ അപ്പുറം പഠിച്ചാവുന്ന ഈ വിജയ് അണ്ണൻ അല്ലെങ്കിൽ ഇവന്റെ വീട്ടില് ഇവന്റെ വീട്ടില് ഇത് കൊടുക്കുന്ന വിജയ് അണ്ണനാണ്. ഇവരെന്തിനു അണ്ണ കുണ്ണാന്ന് പറഞ്ഞിങ്ങനെ പോന്ന്? സ്വന്തമായിട്ട് തത്വം വരെയുണ്ട്. മാതാപിതാ ഗുരു ദൈവം വിജയണ്ണൻ. അതായിരിക്കൂല അല്ല ഇതെന്താന്ന് ഫോട്ടോ ചോന്നൂപ്പായിലിട്ടിട്ട് വെട്ടല പുണ്ടച്ചി മോനെ എന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്നെ മാത്രല്ല വിജയനെയും പറഞ്ഞിട്ട്. അപ്പം കുറച്ച് ദിവസമായി ഫാൻസ് ഇങ്ങനെ പറഞ്ഞ എന്താ കൊടുക്കാത്ത? വെട്ടല പുണ്ടച്ചി മോനെ എന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്നെ മാത്രല്ല വിജയനെയും പറഞ്ഞിട്ട്. അപ്പം കുറച്ച് ദിവസമായി ഫാൻസ് ഇങ്ങനെ പറഞ്ഞ എന്താണ് കടം കൊടുക്കാനുള്ള
ഫാൻസ് അസോസിയേഷൻ ആയിരിക്കും മറ്റേ കാണട്ടെ റിപ്ലൈ കൊടുക്കാത്ത നിങ്ങളെ വിജയണ്ണനും ചേർത്ത് എന്തൊക്കെയോ അപമാനിക്കുന്നുണ്ട്, നിങ്ങളെ ബോഡി ഷെയിം ചെയ്യുന്നുണ്ട്, ബൾഗറായിട്ടുള്ള കാര്യം. എന്തായാലും അവന്റെ വീഡിയോ കാണാൻ. എന്നിട്ട് ആ പുണ്ടച്ചി മോന് എന്റെ നല്ലൊരു നടുവില് നമസ്കാര റിയാക്ഷൻ. പുണ്ടച്ചി മോന്റെ വീഡിയോയിലേക്ക് വാടാ പുണ്ടച്ചി മോനെ. ഇവനെ ഞാൻ റിയാക്ട് ചെയ്യണോ? എനിക്ക് അള്ളാണെ താല്പര്യമില്ല. ഇതെന്താ ഞാൻ ചെയ്യേണ്ടത്? അള്ളാണ് ഈ അണ്ണാക്കൊട്ടനെല്ലാം കേറി വന്നിട്ട് ഇവൻ എന്തിനാണ് നോക്കട്ടെ. കാട്ടവരാതി നിന്റെ ഉപ്പ പുണ്ടച്ചി വൻ എന്താ ഇനീഷ്യൽ പുണ്ടച്ചി അപരാധി മോനെ, വവ്വാൽക്കുടം ചപ്പിയ മോന്തയായിട്ടാണോ നീ എന്നെ ബോഡി ഷെയിം ചെയ്യുന്നത്? അപരാധി നിന്റെ ഇനീഷ്യൽ തന്നെയാണ് പുണ്ടച്ചി മോനെ. നിനക്ക് അറിഞ്ഞു തന്നിട്ട് തന്നെ നിന്റെ തന്തയാണോടാ മൈര അങ്ങ് പേരിട്ടത്? പുണ്ടച്ചി മോനെ. ഉണ്ടാക്കി മോനെ. സോറി, അതിന് എന്നോട് നീ പറഞ്ഞ കാര്യമില്ല ബോഡി ചെയ്യുന്നത്. ഈ കൊരങ്ങനെ ചുണ്ണി പോലത്തെ എടാ പട്ടിയിലും വവ്വാലും അടുക്ക് ഞാൻ കാണട്ടെ. വവ്വാൽക്കുടം ചപ്പിയ മോന്തയായിട്ടാണടാ നീ എന്നെ കണ്ണാടി നോക്കുക പറഞ്ഞു. ആദ്യം നിന്റെ മുഖം കണ്ണാടി നോക്കടാ പട്ടി അപരാധി പുണ്ടച്ചി. വവ്വാൽക്കുടം ചപ്പിയ മോന്തയായിട്ട് വന്ന ഷെമീർ പുണ്ടച്ചി മോനെ. അടുക്ക് ഞാൻ കാണട്ടെ. ഇത് അടുക്ക് ബാക്കി പറഞ്ഞെ നോക്കാം. മിഥുൻ തായോളിക്ക് എന്തെങ്കിലും അതിന്റെ അടുത്ത് പറയാനുണ്ട്, നമുക്ക് നോക്കാം. മിഥുൻ തായോളി പറഞ്ഞെ. എടാ പുണ്ടച്ചി മോനെ, തായോന്ന് പറഞ്ഞ ആ വാക്കില്ലേ, അത് നിന്റെ വീട്ടിൽ പോയി വിളിക്കിട്ടോ. നിന്റെ വീട്ടില് തള്ളേന്റെയും തന്തേന്റെയും അടുത്ത് പോയി വിളിക്ക്. അവരതിനുള്ള റിപ്ലൈ തരും. അല്ല ഇങ്ങോട്ട് ഉണ്ടാക്കാൻ നിക്കണ്ടട്ടാ. ഷെമീർ പുണ്ടച്ചി വവ്വാല് ചപ്പിയ മോന്തയായിട്ട് വന്ന പുണ്ടച്ചി. ഇവൻ എന്റെ കോൾ എടുക്കുന്നില്ലടാ ഈ തള്ളയോളി. നിന്റെ വീട്ടിൽ പോയി വിളിക്കിട്ടോ. നിന്റെ വീട്ടില് തള്ളേന്റെയും തന്തേന്റെയും അടുത്ത് പോയി വിളിക്ക്. അവരതിനുള്ള റിപ്ലൈ തരും. അല്ല ഇങ്ങോട്ട് ഉണ്ടാക്കാൻ നിക്കണ്ടട്ടാ. ഷെമീർ പുണ്ടച്ചി വവ്വാല് ചപ്പിയ മോന്തയായിട്ട് വന്ന പുണ്ടച്ചി. ഇവൻ എന്റെ കോൾ എടുക്കുന്നില്ലടാ ഈ തള്ളയോളി. എന്റെ ഫോൺ എടുക്കുന്നില്ല, മനസ്സിലായ? ഈ പുണ്ടച്ചി മോനെ എന്റെ ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുത്തിനെങ്കിൽ ഞാൻ ഇവന്റെ വീട്ടിൽ പോയിട്ട് 5000 ഇട്ട് ഞാൻ ഇവന്റെ വീട്ടിൽ പോയിട്ട് 2 കൊടുക്കാന്ന് വിചാരിച്ചത്. ഈ കൊരങ്ങൻ ചപ്പിയ ഈ പുണ്ടച്ചി മോനിക്ക്, മനസ്സിലായ? ഈ കൊരങ്ങന്റെ കുടം പോലത്തെ മുകളിലെ ഈ മൈരൻ ഉണ്ടല്ലോ, ഇവന്റെ വീട്ടിൽ പോയി ഞാൻ 2 കൊടുക്കാന്ന് വിചാരിച്ചു. 5000 ഇട്ട് 2 കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ നിൽക്കായിരുന്നു. പക്ഷെ ഈ പുണ്ടച്ചി മോനെ ഫോൺ എടുക്കുന്നില്ല, മനസ്സിലായോ? നോക്കട്ടെ. ഇവര് യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ റിയാക്ട് ചെയ്യാത്ത ഒരു മനുഷ്യരില്ല. ഇവര് ആര് കിട്ടിയാലും അണ്ടർഗ്രൗണ്ടിലെ അത് സത്യം. നാട്ടുകാരെ അത് തല്ലിക്കൊല്ല എന്താ വീട്ടിലും നാട്ടിലും ആളില്ല. എന്റെ മോന്ത കണ്ടാൽ തന്നെ വെറുതെ പോകുന്ന ഒരാൾക്ക് തന്നെ. അതായത് രാവിലെ ഞാൻ ഒരു കാര്യം പറയാം. രാവിലെ എണീച്ച് നല്ല സന്തോഷമായിട്ട് ജോലിക്ക് പോകാൻ നിൽക്കുന്ന ഒരാളെന്നെ ഇവന്റെ മുഖം കണ്ടുകഴിഞ്ഞാൽ ഇവന് 2 കൊടുക്കും, അല്ലെങ്കിൽ കല്ലെടുത്ത് എറിയൊക്കെ ചെയ്യും. ഇവന്റെ മോന്ത ഒന്ന് അടിക്കാൻ തോന്നാത്ത കേരളത്തിൽ ഒറ്റ മനുഷ്യന്മാരുണ്ടാവില്ല. അത് ഈ അപരാധം പറയുന്നതല്ല, നിന്റെ മോന്ത ഇങ്ങനെ ആയിപ്പോയി. ഒരൊറ്റ അടി കൊടുത്തിട്ട് എന്താ രാമേശ്വര പ്രശ്നം ഒന്നും അതേപോലത്തെ ഒരു മോന്തത്. ഇടയ്ക്കിടയ്ക്ക് സൈഡിലോട്ട് നോക്കുന്നുണ്ട്, സ്ക്രിപ്റ്റ് നോക്കിയിരിക്കാനേ മനസ്സിലായി. ഇടയ്ക്കിടയ്ക്ക് സൈഡിലോട്ട് നോക്കുന്നുണ്ട്. ഇതെന്തോ എസ് സൈഡിൽ എഴുതി വെച്ചിട്ട് തന്നെ അടുക്ക് ഞാൻ നോക്കട്ടെ. ഒരു ബാണത്തിന്റെ ഫോട്ടോ എടുത്ത് വെച്ചേക്കണം. ഒരു ബാണം ഇരിക്കുന്നത് അല്ല ഫോട്ടോ അല്ല ഒരു ബാണം ഇരിക്കുന്നത്. ഷെവീറിനല്ല, ഞാൻ മിഥുനണ്ണനെ പറഞ്ഞത്. നമ്മുടെ അണ്ണൻ. താങ്ക് യു ഫോർ ദ ₹100. ഈ മിഥുനണ്ണന്റെ ലൊക്കേഷൻ ആരും ഒന്ന് പറഞ്ഞിട്ട് ഇവന്റെ വീട്ടിൽ എത്താൻ പറ്റില്ല. ഇവന്റെ വീട്ടിൽ അടുത്ത് എന്തായാലും ആരും താമസിക്കാൻ പോകുന്നില്ല. കാരണം എന്തായാലും ആ വീട്ടിൽ വേറെ സ്ഥലത്തേക്ക് പോകാം. എന്തായാലും സ്ഥലത്തിന് വില ഇടിയും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത് ആരെങ്കിലും വീട്ടിലെടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ അല്ല അടുക്ക് എന്തായാലും ഞാൻ കാണട്ടെ. 1 മിനിറ്റ്, ഞാൻ 5 മിനിറ്റ് ആണത്. ഇത് 5 മിനിറ്റ് കണ്ടു ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഞങ്ങൾക്ക് എന്റെ RPയും കാര്യങ്ങളുമായിട്ട് പോവാം. ഞാൻ ഒന്ന് കാണട്ടെ ഇവൻ എന്താ വേറെന്താ പറയുന്നത്, പുതിയതായിട്ട് എന്തൊക്കെ ഉണ്ടോ നോക്കട്ടെ. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 5000 ഇട്ടിട്ട് ഈ പുണ്ടച്ചി കൊരങ്ങന്റെ കുണ്ണ പോലുള്ള ഈ മുകളിലെ ഈ മിഥുന്റെ വീട്ടിൽ ഞാൻ പോവാം. ഓക്കെ, നീ എന്നെ എന്തുണ്ടാക്കുന്ന പറയുന്നത്? നീ എന്നെ എന്തുണ്ടാക്കും? നീ 5000 6000 ഏതിൽ വന്നാൽ നീ എന്നെ എന്തുണ്ടാക്കും? നീ കൊല്ലോ പട്ടിയ വരാതി. അപ്പം വലിയ ഷോ ഓഫ് ലൈവിൽ കളിക്കുന്നവരെ നേരിട്ട് വന്ന് ഉണ്ടാക്കാൻ നിക്കലട്ടോ.
വവ്വാൽപ്പടം ചപ്പിയ മോന്തിയായിട്ട് വന്നിട്ടുണ്ട് സത്യം കേട്ടാ. എന്നാ വരാതി ഇവിടെ അവരാതി കാറ്റടിച്ച പിന്നെ പറന്നു പോലും നിന്റെ അവിടെയൊക്കെ സ്ഥലത്തിന് നല്ല ഇതാണല്ലോ നിന്നെ പോലെ പ്രാന്തന്മാര് ഇടിഞ്ഞങ്ങോട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം മോഹൻലാൽ മമ്മൂട്ടി അത് കഴിഞ്ഞാൽ വവ്വാൽക്കോടം ചെറുക്കുന്നവരെ ഫോൺ നമ്പറൊന്നും ഫോണൊന്നും ഞാൻ എടുക്കൂല. എനിക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട്. നിന്നെ നീ എന്താടാ പറയുന്നത്? നീ കുഞ്ഞു കൊടുക്കല്ലല്ലടാ മയിരെ. ആ നാട്ടിലുള്ള എല്ലാവർക്കും നീ കുഞ്ഞു കൊടുക്കല്ലേ? എന്ത് സ്റ്റാൻഡേർഡ് പറയുന്നത്? മുട്ടായി കൊടുത്തിട്ട് ഇവൻ കുഞ്ഞു കൊടുക്കും. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പോലും പറ്റൂല. ആൾക്കാർ കണ്ടുകഴിഞ്ഞാണല്ലോ വിജയ് ഇവനെ വീട്ടിലൊന്നും അടിക്കും. ഇവന് നാട്ടുകാർ കണ്ടടിക്കും. ഇവൻ എങ്ങനെ ഒരു മനുഷ്യനെ നാട്ടിൽ ജീവിക്കണ നാട്ടുകാർക്ക് പോലും അറിയില്ലെന്ന് തോന്നുന്നു. അല്ലെ ഓൺലൈൻ അവരാണ് മാത്രമേ ഉള്ളൂ തോന്നി. ഇവന്റെ ഗൈസ് ആരെങ്കിലും ഇവന്റെ വീട്ടിന്റെ അടുത്തോ എന്തെങ്കിലും ഇവന്റെ ലൊക്കേഷൻ എന്തെങ്കിലും അറിയെങ്കിൽ പ്ലീസ് കൊടുത്തേ പറ്റും. പ്ലീസ് ആരെങ്കിലും ആർക്കെങ്കിലും അറിയോ ലൊക്കേഷനോ 5000 രൂപ ജീപ്പ് ഇവന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച്. അല്ല എന്റെ നെറ്റ് എന്തോ പണിയായി തോന്നുന്നുണ്ട്. പിന്നെയും നോക്കട്ടെ. ഇവന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചവർക്ക് 5000 രൂപ. പുണ്ടച്ചി മോനെ നിന്റെ തന്തയുണ്ട് ഇടാ. നിന്റെ തന്തന്റെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. മിഥുനെണ്ണെന്ന് വിളിക്കരുത് പ്ലീസ്. അല്ലല്ല വെയിറ്റ് ഒന്ന് കാണട്ടെ ഗൈസ്. ആളറിഞ്ഞ് കളിക്കണം. ഇതൊക്കെ ഇനിയിപ്പോ 2 മിനിറ്റ് ആയിരിക്കാം ഫാൻസ് ഇവനോ മുഴുവനിട്ട് ഞാനും കാണട്ടെ. ബ്രോ ബിജിഎം സൗണ്ട് ഇറിറ്റേറ്റിംഗ്. ഓക്കെ ഞാൻ അവരുടെ കൂടുതൽ നാളെ സൂപ്പർ സ്റ്റാർ ആവും. ഇവര് പറയാൻ കുറച്ചൊരു നാണം തോന്നില്ല. ഇവര് പറയാൻ കുറച്ചൊരു നാണം തോന്നില്ല. ഞാൻ എന്തിനും നാണം വെക്കണം? എടാ ഞാൻ കാരണം നിനക്ക് നാണമില്ല, അതുകൊണ്ട് തന്നെ. ലാലേട്ടൻ കഴിഞ്ഞാല് നാളത്തെ സൂപ്പർ സ്റ്റാർ ഞാൻ തന്നെയാണ്. ഇത് കേൾക്കുമ്പോഴൊക്കെ ചൊറിഞ്ഞ് വരുന്നത് ഇത് കേൾക്കുമ്പോ ഇവൻ അതെന്താ ഇവന് മനസ്സിലാകാത്ത? ഇവൻ ആരാന്നുള്ള കാര്യം ഇവനെന്താ മനസ്സിലാകാത്ത? അല്ല ഇതൊന്ന് നോക്ക്. നാണം വെക്കണം. ഞാനും ലാലേട്ടൻ കഴിഞ്ഞാല് നാളത്തെ സൂപ്പർ സ്റ്റാർ ഞാൻ തന്നെയല്ല, നീയല്ലടാ കാട്ടവരാതി. എടാ നിന്നോടൊന്നും പറഞ്ഞ് മത്സരിക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ കൂടുതൽ ലൊക്കേഷനിലുള്ള പട്ടി. എന്താ ലൊക്കേഷൻ പറഞ്ഞ? കൂടുതൽ കുഞ്ഞിക്കളം ലൊക്കേഷൻ കൂടുതൽ ലൊക്കേഷനിലുള്ള മനസ്സിലായി. ലൊക്കേഷൻ എന്ന് പറഞ്ഞ സൈറ്റ്, അതായത് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിട്ട് ഇവൻ ഓരോ സ്ഥലത്ത് ആൾക്കാർ അങ്ങോട്ട് പോയിട്ട് ഇവൻ കുഞ്ഞു കൊടുക്കലാന്ന്. മനസ്സിലായി? ഇവനല്ല കുണ്ടനടിക്കുന്നത്. അത്രക്ക് വിജൃംഭിച്ച കുണ്ടയാന്നോടാ നിന്റെ. ഇവനെ കുണ്ടനടിക്കാനും മാത്രം ഇത്രക്ക് ഇതില്ലേ നിനക്കൊന്ന്? ഇവനെ കുണ്ടനടിക്കാനും മാത്രം ആരാ ഇത് ചെയ്യുന്നതെന്നൊക്കെ അറിയില്ല. ഈ ഓന്ത് പണിയല്ല ആരാന്ന് ഈ കുണ്ടനടിക്കുന്നത്? ലൊക്കേഷനിലാണ് ഉള്ളത് പോലും. ഇവൻ എന്തിന്റെ ലൊക്കേഷനിൽ ഈ മൈരൻ KGF 3-ന്റെതാ? അപ്പൊ നീ എനിക്കും ചപ്പിത്തന്ന് ചൊറിയാൻ വേണ്ടി വരിക. അപ്പൊ എല്ലാവർക്കും നീ ഇങ്ങനത്തെ ചൊറിയലും ചപ്പലും കുഴിഞ്ഞു കൊടുക്കലുണ്ടല്ലേ? എനിക്കൊന്നും വേണ്ട. പുണ്ടച്ചിമാനെ പോയി വേറെ ആർക്കും പതായിട്ട് പോയി ചൊറിഞ്ഞെടുക്കുക കുഞ്ഞു കൊടുക്കുക ചെയ്യും. പുണ്ടച്ചി അവരാ നാണം കെട്ട പുണ്ട. വിജയ് അണ്ണന്റെ കുണ്ണ നീ ഇതുവരെ ഊമ്പി കഴിഞ്ഞിട്ടില്ലേ? അയാൾ വിട്. അയാൾക്ക് എന്നെ മടുത്തിട്ടുണ്ടാവും. നീ ഊമ്പി അയാൾക്ക് അത് മടുത്തിട്ടുണ്ടാവും. എന്റെ പൊന്നും ഇത് അയാൾക്ക് അത് മടുത്തിട്ടുണ്ടാവും. ഞാൻ ഉള്ള കാര്യം പറയാം. ഒന്നാമത് നിന്റെ ഭായി എന്ന് പറഞ്ഞാൽ അങ്ങനെ പല്ല് തട്ടുന്ന ഭാര്യ. നീ എത്ര കാലം ഇട്ട് കഴിഞ്ഞാലും ഞാൻ കാര്യം അയാളെ താരിട്ടുണ്ടാവും. തൊലിയിലെ താരി പോയിട്ടുണ്ടോ? നീ എത്ര കാലായി അയാളെ കുണ്ണടുത്ത് ഇങ്ങനെ വായിട്ട് ചപ്പിക്കൊണ്ട് നടക്കുന്നത്? നിങ്ങൾക്ക് നാണോ വായില്ലേ? മതിയാക്കി കൊടുക്കണം കുണ്ണെ. ഡെയിലി തൊപ്പിന്റെ ആക്കുന്നവനാണ് എന്നെങ്ങനെ പരിഹസിക്കുന്നത്. സത്യം പറഞ്ഞാല് നിന്റെ പള്ളിയില് പിന്നെ അവന്റെ ഒരഞ്ഞൊരഞ്ഞിട്ട് അവന് തേയ്മാനം വന്നിട്ടുണ്ടാകുമോ? സാമാനം അവിടെ തന്നെ ഉണ്ടോ അവന്റെ? ഇല്ലെങ്കിപ്പം നീ വെച്ച് പിടിപ്പിക്കണം. ഒരു നാണുണ്ടാ നായേ.
MRG മിഥുൻ അടുക്ക് അല്ല ഞാൻ ഒന്നും പറയുന്നില്ല. എനിക്ക് ഞാൻ പറയാനില്ല, ഞാൻ ഇവനെ പറഞ്ഞു എനിക്ക് മടുത്തതാണ് ഒരു ചെക്കനെ ഒന്ന് സമാധാനം കൊടുക്കും. കുറെ കാലമായിട്ട് ഒന്ന് ഫ്രീ ആക്കി വിട്. ഇങ്ങനെ ചപ്പി അതിന് ഇനി മൂളാൻ പോലും ഉണ്ടാവില്ല. നീ എന്നെ വിജയനെ കുറിച്ച് ഞാൻ അപവാദം പറഞ്ഞു. എടാ മൈര, നിന്നെ ഞാൻ പറയും, നീ വിജയാണ് പേര് നീ ഇട്ടിട്ടുണ്ടോ? അതെ ഇവനെന്തിനാ അതെനിക്ക് ഇഷ്ടപ്പെട്ടെ. ഇവന് ആദ്യമായിട്ട് ഇവനൊരു പോയിന്റ് പറയുന്നത് വിജയുടെ പേര് ഇതിലിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാക്കി ഇവൻ ചിന്തിക്കുക, ഇവന്റെ മനസ്സിൽ ഇവൻ ചിന്തിക്കുന്നത് ഇവനും വിജയാണനും ഒരേപോലെയുള്ള ആളാണെന്ന് ഇവൻ ചിന്തിക്കുന്നത്. ഇവനും വിജയാണനും ഒരേ തരത്തിലുള്ള ആളാണെന്ന് ഈ പൊട്ട ചിന്തിക്കുന്നത്. ഇവനെന്താ ബുദ്ധിയില്ലേ? നീ ഇവന്റെ മുഖം ഉണ്ണി പറ്റാണ്. എടാ വവ്വാൽക്കുടം മുന്നിലേക്കായിട്ടുള്ള മോന്തയായിട്ടുള്ള പുന്നാര മോനെ, നീ എന്നെ ഉണ്ടാക്കരുത്. ആരെ വെച്ച് കമ്പയർ ചെയ്യണം കേട്ടോ. നീ തൊപ്പീന്റെ ചപ്പിയാ മതി, ഇങ്ങോട്ട് ഉണ്ടാക്കാൻ നിക്കണ്ടട്ടാ. നിന്റെ തന്തയാണോടാ എനിക്ക് പിടിച്ചേരാൻ വേണ്ടിട്ട് വരുന്നത്. പുണ്ടച്ച് മോനെ തായോളി എനിക്ക് ഇവനെ കിട്ടണം. ഇവന്റെ ലൊക്കേഷൻ എറണാകുളം തോന്നേ. എറണാകുളത്തോടെ അള്ളാന്റെ ഫോൺ എറണാകുളത്ത് വനിതാ തിയേറ്ററിന്റെ വന്നിട്ടുണ്ട് പുള്ളി. ഏത് തിയേറ്ററില്? വനിതാ തിയേറ്ററില്ലേ? കിട്ടി നിക്ക് എടുത്തരാം, ഫുൾ എടുത്തരാം. ഇവന്റെ ലൊക്കേഷൻ ഒന്ന് വിളിച്ചാ. ഇവന്റെ ലൊക്കേഷൻ ഒന്ന് നമുക്ക് ഒന്ന് കൊടുക്കാം. പുള്ളി എറണാകുളത്ത് എവിടെയാണ്? വാച്ച് കത്തന ട്രെയിലർ കാണാം. പരാതി ഫാമിലി ചന്ദ്രമായ നടക്കുന്നത് ഫാമിലി വരാൻ വേണ്ടി ഞാൻ പറയാലോ. നിങ്ങൾ വല്ല ചന്ദ്രമായ പരസ്പരം ഇപ്പൊ ഏതാ പുതിയതെന്നൊക്കെ അറിയില്ല. അതങ്ങനെ പോയിട്ട് കാട്ടാം. കഴിഞ്ഞ ഇപ്പൊ കൊല്ലാടി കൊണ്ടത് ഇല്ലടാ. നിന്നവരിങ്ങനെ ചപ്പിക്കൊണ്ടിരിക്കുകയാണല്ലോ. എനിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്താടാ നിന്റെ സ്റ്റാൻഡേർഡ്? കുണ്ണ പൂറി മോനെ, എന്താ നിന്റെ സ്റ്റാൻഡേർഡ്? നാട്ടുകാർക്ക് കുഞ്ഞു കൊടുക്കലും കുണ്ടനടിക്കലും ആണോ നിന്റെ സ്റ്റാൻഡേർഡ്? അല്ലെങ്കിൽ ഇങ്ങനെ വന്ന അപരാധം പറയല്ലോ. എന്താ നിന്റെ സ്റ്റാൻഡേർഡ്? ഇവനെന്ത് ഈ സ്റ്റാൻഡേർഡ് എന്നല്ല പറയും. ഇവന് ഞങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇവൻ ആരാന്നോ ഇവനെന്താന്ന് ഇവൻ ചിന്തിക്കുന്നില്ല. ഇവന് അതിനെ കുറിച്ചുള്ള ബോധമില്ല. മനസ്സിലായോ? ഇവനെന്തോ ഇവനെ വേറെന്തോ രീതിയിലാണ് ഇവനെ വിജയ് ആക്കാൻ പറ്റാന്ന് ഈ പുണ്ടച്ചി മോൻ ഇവനെ കാണുന്നത്. ഇവന് മനസ്സിലാകുന്നില്ല ഇവൻ ആരാന്നും ഇവന്റെ ഞാൻ മിക്കവാറും അല്ലല്ല ഞാൻ IRL ഇട്ടിട്ട് ഞാൻ എന്താ ചെയ്യാറ്? ഞാൻ ഇവനെ നേരെ ഓയോ റൂമിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് കുറച്ച് സംഭവങ്ങൾ ഞാൻ ഇവനെ ചെയ്യും കേട്ടാ. ഇവനെ ആദ്യം കുനിച്ച് നിർത്തി ഞാൻ നല്ലോണം കൊടുക്കും. എന്നിട്ട് ഞാൻ ഉസ്മാനെ ഞാൻ കൊണ്ടുപോകും. എന്നിട്ട് ഉസ്മാനെ കൊണ്ട് ഞാൻ ഇവനെ കുണ്ടനടിപ്പിക്കും. സബ്സ്ക്രിപ്ഷൻ കോപ്പിറൈറ്റ് കിട്ടുന്ന ഈ കുണ്ടന്റെ വീഡിയോ എടി ഇത് ഇവൻ തന്നെയാടാ ഇട മറ്റു വീഡിയോ ഇടുന്നത്. പിന്നെ എങ്ങനെ കോപ്പിറൈറ്റ് പഠിച്ചുകൊണ്ടിരിക്കുക അഭിനയം ആക്ടിങ് അല്ല. നിന്നെപ്പോലെ ഇങ്ങനെ ഏത് നേരം ഞാൻ ഒരു കാര്യം പറയാം. ഇവൻ സിനിമയിൽ അല്ലെങ്കിൽ ഇവൻ സിനിമയിൽ അഭിനയിച്ചാൽ നിങ്ങൾ കണ്ടോ, ഞാൻ ഡ്രസ് ഇടാണ്ട് അതായത് ഷർട്ടും പാന്റും ഷഡ്ഡിയും ഒന്നും ഇടാണ്ട് ഞാൻ ഫുള്ളി ഒരിക്കലും സംഭവിക്കും. ഞാൻ ഡ്രസ് ഇല്ലാണ്ട് ഒരു ദിവസം ഫുൾ എന്റെ സാമാനം മൊത്തം കാണിച്ചിട്ട് ഞാൻ ലൈവ് ചെയ്യും. മനസ്സിലാ? ഞാൻ അല്ലെങ്കിൽ പുറത്ത് പോയി ഞാൻ നീലക്കുയിലിന് മൊത്തം ഇട്ട് കൊടുക്കും. ഡ്രസ് ഇല്ലാണ്ട് എന്റെ സാമാനം മൊത്തം കാണിച്ചിട്ട് ഞാൻ ലൈവ് ചെയ്യും. മനസ്സിലാ? ഞാൻ അല്ലെങ്കിൽ പുറത്ത് പോയി ഞാൻ നീലക്കുയിലിന് മൊത്തം ഇട്ട് കൊടുക്കും. ഡ്രസ് ഇല്ലാണ്ട് ഞാൻ ഇവൻ അത്രയും എത്തൂല. അത്രയും ഉറപ്പല്ല. ഇവൻ സിനിമേന്റെ ഒരു പടിവാതിൽ പോയിട്ട് ഇവൻ ഒരിക്കലും സിനിമയിൽ എത്തൂല. അത്രയും 100% ഉറപ്പായത്. മനസ്സിലാവും? അത് അത്രയും 100% ഷുവറാണ്. അത് എന്താ ഇതിലൊരു ഡൗട്ടോ അതല്ല ഞാൻ ഇത്ര ഉറപ്പോടുകൂടി ഞാൻ പറയും. ഇവ ഒരിക്കലും എത്താൻ പോകുന്നില്ല. മറ്റേ ഫ്രെയിമിലെങ്ങാനും ചായടിക്കാരനെങ്ങാനായിട്ട് വന്നാലും പറയാൻ പറ്റൂല. ഇപ്പൊ ഈ കത്തനാറ് അലിൻ ജോസ് പെരേര ഉണ്ട്. എങ്ങനെ? ട്രെയിലറിലെ അലൻ ജോസ് പെരേര ഉണ്ട്. അതുപോലെ വല്ല ചായടിക്കാരനായിട്ടോ അല്ലെങ്കിൽ വഴിപോക്കരനായിട്ടൊക്കെ സിനിമ വന്നാൽ അതായത് ഒരു റോള് വേണം. ഇവനൊരു 5 മിനിറ്റെങ്കിലും റോള് കഴിക്കണം. 5 മിനിറ്റ് ആയിട്ടുള്ള റോള് ഇവന് കിട്ടണം. സർക്കസിലെ കോമാളിയൊക്കെ ആയിട്ട് കൊണ്ടുപോയി നിർത്തും. പറയാൻ പറ്റൂല. അതാണ് ഈ അല്ല ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഇത് പേടിക്കണ്ട. ഇവൻ മരിച്ചാൽ ഇവൻ സിനിമയിൽ കയറൂല. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഇവൻ ഒരിക്കലും കയറാനില്ല. അത് എന്റെ അത്രയും വലിയ ഉറപ്പാണ്. മനസ്സിലായോ? ഒരിക്കലും ഇല്ല. ഞങ്ങൾക്ക് അത്രയും ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഇതാക്കി പറയുന്നത്, പ്രൗഡോട് ഞാൻ പറയുന്നത്. നോക്കട്ടെ, നിന്റെ മോന്ത ഒരു ദിവസം അടിച്ച് ഞാൻ പൊട്ടിക്കും. ഇതിനൊക്കെ പന്നവരാതി കണ്ടിട്ട് ഞാൻ മടുത്ത്. വിളിച്ചിട്ട് ഫോണും എടുത്തില്ല. ഇവന് നേരിട്ട് സംസാരിക്കാൻ ഇവന് മടിയാടാ. ഇവന് നേരിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഫോണിൽ വീഡിയോ കോൾ ചെയ്യാൻ പോലും പേടിയായിട്ടുള്ള മൈരനാണ് ഇവൻ.
എന്നിട്ട് ഇവനാണോ ഡയലോഗ് ഇവന്റെ നടക്കുന്നത്? ലോകം ഇവനെ കിട്ടണം മുത്തേ. ഇവനെ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഇവനെ ഞാൻ ഊഹിച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഞാൻ ഒന്ന് മെസ്സേജ് അയച്ചു നോക്കട്ടെ. ഒരു മിനിറ്റ്, ഒന്നും കൂടി ഞാൻ ഒന്ന് മെസ്സേജ് അയച്ചു നോക്കട്ടെ. ഒന്നും കൂടി ഞാൻ നോക്കട്ടെ. ആ ഭിത്തിയും ആ ഫോണും ആണ് അവന്റെ ലോകം. കോഹ്ലി റിയാക്ടിംഗ് കോഹ്ലി ആനന്ദാശ്രുക്കളോടെയുള്ള മുഖം എന്താ ചൂടുള്ള മുഖം ഞാൻ മിഥുൻ കുണ്ണനെ സെർച്ച് ചെയ്യുന്നു. എന്താ ഇവന്റെ പേര്? മിഥുൻ അള്ളല്ലേ കേട്ടേ ഇവൻ തന്നെ സ്വയം ഇട്ടത്. അവൻ തന്നെ അവരില്ല, അവര് സ്വന്തമായിട്ട് തത്വമൊക്കെ ഉള്ള ആളാ. മാതാപിതാ ഗുരു ദൈവം. ഷമീറ ആ പറ പാപ്പ. ഇന്റെ സ്ക്രീൻ ഷെയർ നോക്കിയേ. എന്താ സ്ക്രീൻ ഇതിനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതാ മെസ്സേജ് വെച്ചിട്ടുണ്ട്. ഈ പുണ്ടച്ചി മോനെ ഇത്രയും ദിവസമായിട്ട് ഞങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നില്ല. ഇതാ മൈരിയ കോൾ എടുക്കുന്ന പറഞ്ഞിട്ട് ഞാൻ ഇവന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇവൻ ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുത്താലല്ലേ ഞങ്ങൾക്ക് ഇവനോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റെ ഡീറ്റെയിൽസോ ഇവന്റെ വീടോ എന്തെങ്കിലും ഞങ്ങൾക്ക് താക്കായി പ്ലീസ്. ഞങ്ങൾക്ക് ഒന്ന് ഇവനെ പോയിട്ട് 2 കൊടുക്കണം. അത് ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. എന്റെ മെന്റൽ പീസിന് വേണ്ടിയിട്ടാണ്. പ്ലീസ് ആരെങ്കിലും ഒന്ന് പറ്റുമെങ്കിൽ താഴട്ടെ. ഞാൻ എന്തായാലും ആർ പി ആറാം.